കണ്ണൂർ കണ്ണപുരം സ്ഫോടന കേസ് പ്രതി അനൂപ് മാലിക്കിനെതിരെ കാപ്പ ചുമത്തും. റിമാൻഡ് കാലാവധി കഴിഞ്ഞ ശേഷമായിരിക്കും കാപ്പ ചുമത്തുക. അനധികൃതമായി സ്ഫോടക വസ്തുക്കൾ സൂക്ഷിക്കുന്നത് പതിവാക്കിയ സാഹചര്യത്തിലാണ് തീരുമാനം. അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കണ്ണൂരിൽ നിന്ന്. അരുൺ, വിവരങ്ങൾ. റിജിത്ത്, കണ്ണപുരം കീഴറയിൽ നടന്ന സ്ഫോടനത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടിരുന്നു. അതിലെ ഏക പ്രതിയാണ് അനൂപ് മാലിക്. ഇയാൾ ഇത്തരത്തിൽ ഈ സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കുകയും ശേഖരിക്കുകയും ചെയ്യുന്നത് പതിവാക്കുകയാണ്. അത്തരം 6 കേസുകൾ നിലവിൽ ഇയാൾക്കെതിരെയുണ്ട്. 2016 പുഴാതിയിൽ വെച്ച് നടന്ന വീട്ടിൽ വെച്ച് നടന്ന സ്ഫോടനത്തിൽ മറ്റൊരാൾ കൊല്ലപ്പെട്ട കേസിലും ഇയാൾ പ്രതിയാണ്. അന്ന് ഇയാളുടെ കുടുംബാംഗങ്ങൾക്കും പരിക്കേറ്റിരുന്നു. അതിനുശേഷം തുടർച്ചയായി ഈ സ്ഫോടക വസ്തു നിരോധ നിയമപ്രകാരമുള്ള കേസുകൾ ഇയാൾക്കെതിരെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇയാൾ ഇത്തരത്തിൽ അപകടകാരിയാണ് എന്ന് കണ്ടതിനെ തുടർന്നാണ് ഈ കാപ്പ നിയമപ്രകാരം ഇയാൾ കാപ്പ ചുമത്തുന്നതിന് വേണ്ടി പോലീസ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ നിയമവശങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. വ്യത്യസ്ത തലത്തിലുള്ള കേസുകൾ വേണം കാപ്പ ചുമത്താൻ എന്ന നിയമവശമുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പരിശോധിച്ച് വരികയാണ്. എന്തായാലും ഇയാളെ സ്ഥിരമായി ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നത് കൊണ്ട് തന്നെ ആ കാപ്പ ചുമത്തുന്നതിന് വേണ്ടിയുള്ളൊരു തീരുമാനത്തിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഈ കീഴറയിലെ സ്ഫോടനം ഇപ്പോൾ ജില്ലാ ക്രൈംബ്രാഞ്ചാണ് അന്വേഷിക്കുന്നത്. അതിൻ്റെ അന്വേഷണവും ഒരു വശത്ത് നടന്നു വരുന്നുണ്ട്. നിലവിൽ എന്തായാലും ഇയാൾ നൽകിയിട്ടുള്ള മൊഴി ഇതൊരു കച്ചവടത്തിന് വേണ്ടി നടത്തിയ സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കുകയും ശേഖരിക്കുകയും ചെയ്തതാണെന്നാണ് ഇയാളുടെ മൊഴി. മറ്റെന്തെങ്കിലും നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയല്ല. ഈ ഉത്സവകാലത്തേക്കൊക്കെ നേരത്തെ ഇങ്ങനെ നിർമ്മിച്ചു ശേഖരിച്ചു വെക്കാറുണ്ട്. ആ രീതിയിൽ നിർമ്മിച്ചതാണ് എന്നതാണ്. മറ്റേതെങ്കിലും രാഷ്ട്രീയ പശ്ചാത്തലമുള്ളതായും ഇയാൾ ഏതെങ്കിലും തരത്തിൽ സ്ഫോടക വസ്തുക്കൾ നിർമ്മിച്ച് ഏതെങ്കിലും രാഷ്ട്രീയ സംഘടനകൾക്കോ പാർട്ടികൾക്കോ കൊടുക്കുന്നതായും നിലവിൽ എന്തായാലും അത്തരം പശ്ചാത്തലവും പോലീസ് ഇല്ല എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. എന്നാൽ ഇയാൾ ഈ സ്ഫോടക വസ്തുക്കൾ അനധികൃതമായി നിയമവിരുദ്ധമായി നിർമ്മിക്കുകയും ശേഖരിക്കുകയും ചെയ്യുന്ന കുറ്റകൃത്യത്തിൽ സ്ഥിരമായി ഏർപ്പെടുന്ന ആളാണ്. അത് ജില്ലയിലെ തന്നെ വിവിധ ഇടങ്ങളിലും ജില്ലക്ക് പുറത്തേക്കൊക്കെ ഇങ്ങനെ സ്ഫോടക വസ്തുക്കൾ ഇയാൾ കയറ്റി അയക്കാറുണ്ട്. അതിനാവശ്യമായ അസംസ്കൃത വസ്തുക്കൾ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് നിയമവിരുദ്ധമായാണ് അല്ലെങ്കിൽ അനധികൃതമായാണ് അയാൾ നാട്ടിലേക്ക് എത്തിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പോലീസ് വ്യക്തത വരുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇയാൾക്കെതിരെ കാപ്പ ചുമത്തുന്നതിന് വേണ്ടി പോലീസ് തീരുമാനിച്ചിട്ടുള്ളത്. അരുൺ, ഈ നാടിനെ നടുക്കിയ ഒരു സ്ഫോടനം, അതിന് പിന്നിൽ പ്രവർത്തിച്ചയാൾ വീണ്ടും ജനവാസ മേഖലയിൽ ഇങ്ങനെ ഒരു ഉൽപ്പാദന കേന്ദ്രം തുടങ്ങി അല്ലെങ്കിൽ അത് പ്രവർത്തിപ്പിച്ചു എന്നുള്ളതൊക്കെ ഒരു അത്ഭുതത്തോടു കൂടിയാണ് എല്ലാവരും നോക്കിക്കാണുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള സഹായം ഇയാൾക്ക് കിട്ടിയിട്ടുണ്ടോ? ഉന്നത തലങ്ങളിൽ നിന്ന് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കൂടി സംശയങ്ങൾ വരുന്നൊരു ഘട്ടമാണ്. പോലീസ് അതിലൊക്കെ എന്തെങ്കിലും വ്യക്തത വരുത്തുന്നുണ്ടോ? നേരത്തെ ഈ രാഷ്ട്രീയ പശ്ചാത്തലം സംബന്ധിച്ചുള്ള വിമർശനങ്ങളൊക്കെ CPM നേതൃത്വം ഉയർത്തിയിരുന്നു. അതേ അളവിൽ ഇപ്പോഴാ ആരോപണം CPM ഏറ്റുപിടിക്കുന്നുണ്ടോ? അരുൺ പൂപ്പറമ്പ്. റിജിത്ത്, തീർച്ചയായും അത്തരം സംശയങ്ങൾക്ക് അല്ലെങ്കിൽ അത്തരം സംശയങ്ങൾ ഉന്നയിക്കുന്നവരെ തെറ്റുപറയാൻ സാധിക്കില്ല. കാരണം ഇയാൾ 2016 ഈ പുഴാതിയിൽ വെച്ച് നടന്ന സ്ഫോടനത്തിലെ പ്രതിയാണ്. അന്നൊരാൾ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. അതിനുശേഷം സമാനമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ, ഈ സ്ഫോടക വസ്തുക്കൾ ശേഖരിക്കുക, നിർമ്മിക്കുകയൊക്കെ ചെയ്ത വാടക വീടുകളെടുത്ത് അത്തരം നിർമ്മാണമൊക്കെ നടത്തിയത് തന്നെയാണ് മറ്റു കേസുകളുള്ളത്. വിവിധ സ്റ്റേഷനുകളായി 6 കേസുകളുണ്ട്. അപ്പോൾ ഇത്തരം കേസുകൾ നിലനിൽക്കുമ്പോൾ തന്നെ ഇയാൾ ഈ ഗ്രാമപ്രദേശങ്ങളിൽ വാടക വീടുകളെടുത്ത് ഇങ്ങനെ സ്ഫോടക വസ്തുക്കൾ, അത് ഉഗ്രശേഷിയുള്ള സ്ഫോടക വസ്തുക്കളാണ്, അത് നിർമ്മിക്കുകയും ശേഖരിക്കുകയും ചെയ്യാൻ ഇയാൾക്ക് എങ്ങനെ സാധിക്കുന്നു? അത് എന്തുകൊണ്ട് പോലീസിൻ്റെ കണ്ണിൽ പെട്ടില്ല എന്ന ചോദ്യമൊക്കെ ഉയരുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഇയാൾക്ക് ഉന്നത തലത്തിലുള്ള ബന്ധം ഇയാൾക്കുണ്ടോ? അങ്ങനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ആരെങ്കിലും ഉണ്ടോ എന്ന കാര്യത്തിലൊക്കെ അത്തരം സംശയങ്ങളും അത്തരം ആരോപണങ്ങളും ഉയർന്നു വരുന്നുണ്ട്. പക്ഷേ നിലവിൽ പോലീസ് പറയുന്നത് ഇയാൾക്കൊപ്പം ഇത് നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള കൂട്ടാളികളുണ്ട്. പക്ഷേ ഇതിൻ്റെ ഇതിന് നിയന്ത്രിക്കുന്നത് അനൂപ് മാലിക് തന്നെയാണ്. ഇയാൾക്ക് മറ്റേതെങ്കിലും രാഷ്ട്രീയ പശ്ചാത്തലമുള്ളതായി ഇപ്പോൾ പോലീസ് അത്തരത്തിൽ ഏതെങ്കിലും ഒരു വിവരം നൽകുന്നില്ല. നേരത്തെ ഈ സ്ഫോടനം ഉണ്ടായ ദിവസം അത്തരത്തിലുള്ള രാഷ്ട്രീയ പ്രത്യാരോപണങ്ങൾ ഉണ്ടായിരുന്നു. CPM പറഞ്ഞത് ഇയാൾ കോൺഗ്രസ് പശ്ചാത്തലമുള്ള ആളാണ്, K സുധാകരൻ ഉൾപ്പെടെയുള്ള നേതാക്കളുമായി അടുത്ത ബന്ധമുള്ള ആളാണ്. നേരെ തിരിച്ചുമുള്ള ആരോപണങ്ങളുണ്ടായി. കോൺഗ്രസ് അത് നിഷേധിക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെ പ്രത്യാരോപണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ പോലീസ് എന്തായാലും ഇയാളുടെ രാഷ്ട്രീയ പശ്ചാത്തലം നിലവിൽ അത്തരത്തിലൊരു വിവരവും ഇല്ല എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. പക്ഷേ ഇയാൾ ഇത്തരം ഈ സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കുന്നതിൽ സ്ഥിരം കുറ്റവാളിയാണ് എന്നും പോലീസ് വ്യക്തമാക്കുന്നു. ശരി, കണ്ണൂർ കണ്ണപുരം സ്ഫോടന കേസ് പ്രതി അനൂപ് മാലിക്കിനെതിരെ കാപ്പ ചുമത്തും.